സ്നേഹമുള്ളവരെ, മോൺസിഞ്ഞോർ തോമസ് മണ്ണൂരാമ്പറമ്പിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പൗരസ്ത്യരത്ന പുരസ്കാര ദാന ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുക. അവിടെ ദാന ചടങ്ങിലേക്കായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെയും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക. സഭയുടെ ആരാധനാക്രമ കമ്മീഷൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജിഫി മേക്കാട്ടുപുറം അച്ഛനാണ്. അച്ഛനെ ക്ഷണിക്കുന്നു. ഭാരതത്തിൻ്റെ പുസ്തകനായ മാർ തോമസ് ലീഹായുടെ മിശിഹ അനുഭവം സ്വീകരിച്ച സീറോ മലബാർ സഭയുടെ സീറോ മലബാർ സിനഡിൻ്റെ കീഴിലുള്ള കമ്മീഷൻ ഫോർ ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയിരിക്കുന്ന പൗരസ്ത്യ രത്നം അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങ് പ്രത്യേകമായിട്ട് വർഗീസ് പാത്തിക്കൊടുങ്ങര അച്ഛൻ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ രത്നം അവാർഡിനെ അർഹനായപ്പോൾ ആ പൗരസ്ത്യ രത്നം അവാർഡ് ജൂലൈ 3 മാർ തോമസ് ലീഹായുടെ ദുഃഖദാന തിരുനാൾ ദിവസം മൗണ്ട് സെന്റ് തോമസിൽ സംഘടിപ്പിക്കുന്ന സഭാദിനത്തിൽ കൊടുക്കാനുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ താമസിക്കുന്ന ഈ ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നാം എല്ലാവരും അച്ഛനെ ആദരിക്കുന്നു. സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഈ അവാർഡ് വർഗീസ് അച്ഛനെ നൽകുന്നത്. സീറോ മലബാർ സഭ മാർ തോമസ് ലീഹായുടെ മിശിഹ അനുഭവത്തിൽ രൂപപ്പെട്ടതാണ്. നമ്മുടെ ആരാധനാ പൈതൃകം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമാണ്. ഈ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ ആരാധനാക്രമ മേഖലകളിൽ നമുക്ക് ചിന്തിക്കാവുന്ന അധികമായിട്ട് സംഭാവനകൾ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്ന റവറൻഡ് പ്രൊഫസർ ഡോക്ടർ വർഗീസ് പാത്തിക്കൊടുങ്ങര CMI. അച്ഛ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അച്ഛൻ്റെ സേവനങ്ങളെ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായ സ്വാഗതം എല്ലാവരുടെയും പേരിൽ ഞാൻ നേരുന്നു. ബോധവൽക്കരിക്കുക. സീറോ മലബാർ സഭയുടെ ലിറ്ററേച്ചർ കമ്മീഷൻ്റെ ചെയർമാനും കല്യാൺ രൂപതയുടെ പ്രധാനമായ മാർ തോമസ് ലീഹാ പിതാവാണ്. പിതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന അഭിനന്ദനത്തിനും അനുമോദനത്തിനും അർഹനായിരിക്കുന്ന വർഗീസ് ആത്തുകുളങ്ങര ഈ പൗരസ്ത്യ രക്തത്തെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുക. അനേക വർഷം പടവാതിൽ സെമിനാരിയിൽ ലിറ്ററേച്ചർ പ്രൊഫസറായിട്ട് സേവനം ചെയ്ത് റിട്ടയർ ചെയ്ത റവറൻഡ് ഡോക്ടർ തോമസ് മണ്ണൂരാമ്പറമ്പിൽ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു ലിറ്ററേച്ചറുടെ ഫീൽഡിൽ ഏറ്റവും നല്ല വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തികളെ ഒന്ന് ആദരിക്കണം, സഭ അംഗീകരിക്കണം, പ്രോത്സാഹനം നൽകണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു എൻഡോവ്മെന്റ് സ്ഥാപിക്കുകയുണ്ടായി. ആ എൻഡോവ്മെന്റ് കൊടുക്കാൻ അർഹരാകുന്നത് ലിറ്ററേച്ചർ തിയോളജി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിരിക്കാം, ഹിസ്റ്ററി ആയിരിക്കാം. ലിറ്ററേച്ചർ ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. 2 വർഷത്തിലൊരിക്കലാണ് ഈ പുരസ്കാരം നൽകുക. ഈ പുരസ്കാരം നൽകാൻ വേണ്ടി പുരസ്കാരത്തിന് എന്ത് പേരായിരിക്കും ഏറ്റവും അനുയോജ്യമായത് എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ പൗരസ്ത്യ രത്നം എന്ന് പേര് കൊടുക്കാനുള്ള കാരണമുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ 3 കൂദാശക്രമങ്ങൾ അഥവാ അനാഫറയുണ്ട്. ഇതിൽ ആദ്യത്തേത് മാരിയുടെ പേര് അറിയപ്പെടുന്ന കൂദാശക്രമമാണ്. നമുക്ക് അറിയുകയും ചെയ്യാം. ലിറ്ററേച്ചറിന്റെ പഠനങ്ങളിൽ അവർ പറയുന്നുണ്ട് സഭയിലെ ഏറ്റവും പുരാതനമായ ഒരു കൂദാശക്രമമാണ് അനാഫ്ര പദ്യായി മാറി. അതിനവരൊരു പേര് കൊടുത്തു, ജമ്മ ഓറിയന്റാലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓറിയന്റൽ ജം പൗരസ്ത്യ രത്നം പേര് കൊടുത്തിരിക്കുന്നത് ആ കൂദാശക്രമത്തിനാണ്. ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡ് കൊടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട പേര് ഇത് തന്നെയാണ്, പൗരസ്ത്യ രത്നം എന്ന് പേര് കൊടുക്കാം. ഈ നിർദ്ദേശം സിനഡിൽ സമർപ്പിച്ചു. സിനഡ് പിതാക്കന്മാർ എല്ലാവരും കൂടി അത് അംഗീകരിച്ചുകൊണ്ടാണ് പൗരസ്ത്യ രത്നം
എന്ന അവാർഡ് നമ്മൾ പേര് കൊടുക്കുന്നത്. അതിനുശേഷം 2 വർഷത്തിലൊരിക്കലാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു 2 വർഷം മുമ്പാണ് ആദ്യമായിട്ട് നമ്മൾ ഈ പൗരസ്ത്യക്കും അവാർഡ് കൊടുത്തത്. നമ്മുടെ സിറോ മലബാർ സഭയുടെയും പൗരസ്ത്യ ലിറ്ററേച്ചറുടെയും എല്ലാം ചരിത്രത്തിന്റെ കാര്യത്തിലും ദൈവശാസ്ത്രത്തിന്റെ കാര്യത്തിലും ആത്മീയത കാര്യത്തിലും സ്പിരിച്വാലിറ്റി എല്ലാം ഒരു നേതൃത്വ നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു തീർച്ചയായിട്ടും ആർച്ച് ബിഷപ്പ് ജോസഫ് ഔദേ പിതാവ്. ആദ്യത്തെ അവാർഡ് പിതാവിന് 2 വർഷം മുമ്പ് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അടുത്ത അവാർഡ് കൊടുക്കേണ്ട സമയമായപ്പോൾ എല്ലാ മെത്രാന്മാർക്കും അവർക്ക് പേര് പ്രപ്പോസ് ചെയ്യാനായിട്ട് എഴുത്ത് നൽകിയിരുന്നു. ഏതാനും പേരുകൾ മാത്രമാണ് കിട്ടിയിരുന്നതെങ്കിലും അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ചിന്തിച്ചു. കമ്മീഷനിൽപ്പെട്ട അച്ഛന്മാരും അതോടൊപ്പം തന്നെ കൂരിയ ബിഷപ്പും ഉണ്ട്. ബിഷപ്പ് എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച് സെക്രട്ടറിയും എല്ലാവരും ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ യുനാനിമസ് ആയിട്ട് എല്ലാവരും പറഞ്ഞ പേരാണ് റെവറൻഡ് ഡോക്ടർ വർഗീസ് കാത്തുകുളങ്ങര CME. അച്ഛനാണ് ഏറ്റവും അർഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ എന്ന് യുനാനിമസ് ആയിട്ട് തീരുമാനിച്ച് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞ പിതാവിൻ്റെയും അംഗീകാരത്തോടു കൂടിയാണ് കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഈ പേര് അനൗൺസ് ചെയ്തത്. ഞാൻ ദീർഘമായിട്ട് അച്ഛനെ കുറിച്ച് ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ പരിചയം ഞങ്ങൾ 78 മുതലാണ്. ഞാനവിടെ ഉണ്ടായിരുന്നു. അച്ഛന് മുമ്പ് റോമിലുണ്ടായിരുന്നു. ഒരു 3 വർഷക്കാലത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ലിറ്ററേച്ചറുടെ കാര്യവും അതിൻ്റെ ഓറിയന്റൽ പെർസ്പെക്റ്റീവും എല്ലാം പറഞ്ഞു തരും. അച്ഛൻ ഈ പെർസ്പെക്റ്റീവെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുന്നതാണ്. അച്ഛൻ്റെ അടുത്ത് പഠിച്ചതെല്ലാം എൻ്റെ അടുത്ത് നിന്ന് പറയുമായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ തീസിസ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. അത് അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുകയുണ്ടായി. വളരെ ഗഹനമായിട്ട് ഡീപ്പായിട്ട് സോഴ്സിലേക്ക് പോയിട്ട് അച്ഛൻ പഠനം നടത്തിയെന്നൊക്കെ പറയുകയുണ്ടായി. അതിലേക്ക് ഫലമായിട്ട് അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം ഡെന്റാ സർവീസിലൂടെ ക്ലാസ്സുകളിൽ ഒരു വശത്തുണ്ട്, തീർച്ചയായിട്ടും ആർട്ടിക്കിളുകളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ഡെന്റാ സർവീസ് ഉണ്ട്. അവിടെ നമുക്കറിയാം ഈ മൈനർ അവേഴ്സ്, കാലാതി സർക്കാർ തുടങ്ങിയ മൈനർ അവേഴ്സ്, അങ്ങനെയുള്ള ഒത്തിരി സോഴ്സ് പുസ്തകങ്ങളെല്ലാം അച്ഛൻ്റെ പരിശ്രമപരമായിട്ട് നമുക്ക് സഭയ്ക്ക് ലഭിക്കുകയുണ്ടായി എന്നുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭയുടെ മുഴുവൻ്റെയും പേരിലുള്ള അനുമോദനം അർപ്പിക്കുകയും സഭയുടെ മുഴുവൻ്റെയും പേരിലുള്ള അവാർഡാണ് കൊടുക്കുന്നത്. എങ്കിലും കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ കമ്മീഷന്റെ പേരിലും വ്യക്തിപരമായിട്ട് പേരിലും നിങ്ങളുടെ അനുമോദനങ്ങളോട് ഞാനും പ്രതിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം വർഗീസിച്ച അനുമോദനങ്ങളും ആശംസകളും നന്മകളും എല്ലാം നൽകുകയാണ്. നന്ദി പിതാവേ. പൗരസ്ത്യരത്ന പുരസ്കാര സമർപ്പണത്തിനും അനുഗ്രഹ പ്രഭാഷണത്തിനുമായി സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട പാർട്ടിക്കുളങ്ങര വെച്ച സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വർഗീസ് പാർട്ടിക്കുളങ്ങര CMI അച്ഛനെ പൗരസ്ത്യ രത്നം അവാർഡ് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി കൊടുക്കാനും അദ്ദേഹത്തെ അനുമോദിക്കാനുമാണ് നമ്മളോട് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഞാൻ വടവാതൂരെ വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നമ്മുടെ ലിറ്റർജിയെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട വർഗീസ് പാർട്ടിക്കുളങ്ങര അച്ഛനാണ്. അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെ കണ്ടന്റഡ് ആയിരുന്നു. അത് വളരെയേറെ അട്രാക്റ്റീവ് ആയിരുന്നു. അത് പഠിച്ചവർക്ക് സഭയോട് വളരെയേറെ അഫെക്ഷനേറ്റ് ആയിട്ട് സഭയെ അറിയാനും സ്നേഹിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കുർബാന കാണാൻ പോവുക. നമ്മുടെ ആളുകൾ അങ്ങനെ തന്നെയാണ്, കുർബാന കാണാൻ പോകുന്നവരാണ്. പക്ഷെ കുർബാന ഒന്നിച്ചർപ്പിക്കാൻ നമ്മൾ പോകുന്നു എന്നുള്ള ഒരു ദൈവശാസ്ത്രം സിറോ മലബാർ സഭയ്ക്ക് സംഭാവന ചെയ്യുന്നതിലെ ബഹുമാനപ്പെട്ട വർഗീസ് പാർട്ടിക്കുളങ്ങരച്ചൻ്റെ സംഭാവന ഒരു വിധത്തിലും മറ്റൊരാൾ ചെയ്തതിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നതിൽ ഞാൻ ഒട്ടും അതിശയോക്തി കലർത്തുന്നില്ല. അദ്ദേഹത്തിന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള പുസ്തകമുണ്ടല്ലോ, ആ ഒരൊറ്റ പുസ്തകം മാത്രം മതി. നമ്മുടെ ജനങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മാത്രം മതി. നമ്മുടെ കുർബാന എത്രയോ സന്തോഷത്തോടുകൂടെ അവർ ആഘോഷിക്കും, അത് അനുഭവിക്കും, അത് ആസ്വദിക്കും. പലപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ കുർബാന ക്രമത്തിൻ്റെ പ്രാർത്ഥനകളുടെ അർത്ഥവും
നമ്മൾ കുർബാനക്രമത്തിൽ കാണിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ അർത്ഥമൊന്നും അവർക്കറിയാൻ പാടില്ല. അങ്ങനെ അവരെ പഠിപ്പിക്കാൻ നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രിയിൽ നമുക്ക് കഴിയാറുമില്ല. പക്ഷെ പാത്തിക്കുളങ്ങരച്ചൻ എനിക്ക് തോന്നുന്നേ അക്കാര്യത്തിൽ വത്തിക്കാൻ സുവനദോസിൻ്റെ ആരാധനാക്രമ സംബന്ധമായിട്ടുള്ള ഡിഗ്രിയിൽ പറയുന്ന സത്യം, കുർബാനയിലെ ഇഫക്റ്റീവ് ആൻഡ് ആക്റ്റീവ് ആൻഡ് അഫക്ഷനേറ്റ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനായിട്ട് അച്ഛൻ നടത്തിയിട്ടുള്ള പരിശ്രമം വളരെ വലുതാണ്. അത് മറ്റൊരു വിധത്തിൽ പകരം വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ വലുതാണ്. അച്ഛനെ ഈ അവാർഡ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അവാർഡ് കൊടുക്കാനായിട്ട് അച്ഛനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൽ വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ മനസ്സിൽ പകരം വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഇതിനർഹനായിട്ടുള്ള ഒരാളുടെ പേര് ഇത് മാത്രമായിരുന്നെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയില്ല. അച്ഛൻ അതത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസിഡ് അച്ഛൻ സിറോ മലബാർ സഭയ്ക്ക് ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ ഇന്ന് സിറോ മലബാർ സഭയുടെ വ്യക്തിത്വത്തെ എന്തുമാത്രം വളർത്താൻ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പ്ലാസിഡ് അച്ഛന് ശേഷം പ്ലാസിഡ് അച്ഛൻ്റെ മേലങ്കി ഏലിയായിൽ നിന്ന് എലീശോ ഏറ്റുവാങ്ങിയതുപോലെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങരച്ചൻ. മനോഹരമായിട്ട് അത് നമുക്കറിയാം. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് എറണാകുളം രൂപതയുടെ ഒരു സാഹചര്യം നമ്മൾക്കറിയാം. എറണാകുളം രൂപതയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് പൗരസ്ത്യ ആരാധനാക്രമത്തെക്കുറിച്ച് പകരം വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു CMI വൈദികൻ വളർന്നു വരാൻ ദൈവം ഇടയാക്കിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് ദൈവത്തോട് നന്ദി പറയാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ തുടങ്ങി വെച്ചത് തുടരണം. ഒരുപക്ഷെ നമ്മുടെ ലിറ്ററേച്ചർ കമ്മീഷനൊക്കെ ഇനിയുള്ള ദൗത്യം പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യലും പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യലും മാത്രമല്ല, ഈ ആരാധനാക്രമത്തിൽ ജീവിക്കാനായിട്ട്, ഇതിൻ്റെ ആധ്യാത്മികത ജീവിക്കാനായിട്ട് ആളുകളെ പരുവപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തണം. ലിറ്റർജിയെ സംബന്ധിക്കുന്ന ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന വത്തിക്കാൻ സുവനദോസിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിലെ ആരാധനാക്രമവും ആരാധനാക്രമത്തിൻ്റെ ആധ്യാത്മികതയും ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് സഭ വളരുന്നത്, സഭ അതിൻ്റെ ലക്ഷ്യം ചൂടുന്നത്. പാത്തിക്കുളങ്ങരച്ച അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾ പകരം വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് അച്ഛൻ ഈ അവാർഡ് ഞങ്ങൾ അച്ഛനെ ഏൽപ്പിക്കുന്നത്. ഇത് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾക്ക് ഞങ്ങൾ തരുന്ന ഈ അവാർഡ് ഒരു അംഗീകാരം, അതിന് തത്തുല്യമായിട്ടുള്ള അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് തത്തുല്യമായിട്ടുള്ള ഒരു അംഗീകാരമാകുമോ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ചരിത്രത്തിലെ അച്ഛൻ്റെ പേര് കുറിച്ചു വെക്കും ഞങ്ങൾ. കാരണം സഭയുടെ ആരാധനാക്രമത്തെ ജനകീയമാക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനെ സജീവമാക്കാൻ, അതിനെ ആസ്വദിച്ചുകൊണ്ട് അനുഭവിക്കാൻ ജനങ്ങളെ ഒരുക്കുന്നതിൽ അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛൻ സർവ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവാർഡ് സഭ അച്ഛൻ ചെയ്ത ശുശ്രൂഷകൾക്കുള്ള ഒരു അംഗീകാരം മാത്രമായിട്ട്, അച്ഛൻ ചെയ്തതിന് തത്തുല്യമായിട്ടുള്ള ഒരു വലിയ സമ്മാനമായിട്ടല്ല നിങ്ങൾ കരുതുന്നത്. പക്ഷെ സഭ അച്ഛനെ കരുതുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ സഭയെ ബലപ്പെടുത്തിയിട്ടുണ്ട്. സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അച്ഛൻ നൽകിയ സംഭാവനകൾ സഭ എന്നും വലിയ കരുതൽ ധനമായിട്ടും കരുത്തുമായിട്ട് കരുതുന്നുവെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു അടയാളം മാത്രമായിട്ട് ഈ സമ്മാനം
സ്വീകരിക്കണമെന്ന്, ഈ അവാർഡ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CMI സഭ, സിറോ മലബാർ സഭയിൽ ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. CMI സഭയുടെ തലതൊടലിലാണ് സിറോ മലബാർ സഭ വളരാൻ ഒരുപാട് കാരണമായിട്ടുള്ളത്. ആ വളർച്ചയുടെ എല്ലാ വിഭാഗങ്ങളും, എല്ലാ മുഖങ്ങളിലേക്കും സിറോ മലബാർ സഭയ്ക്ക് എത്തിക്കാനായിട്ട് ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾക്കും സഭയുടെ നാമത്തിൽ CMI സഭയോടും പ്രത്യേകിച്ച് കളമശ്ശേരി തിരുവനന്തപുരം പ്രോവിൻസിനോടൊക്കെയുള്ള ഞങ്ങളുടെ അടുപ്പവും ഇഷ്ടവും കടപ്പാടും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹാപ്പി കൺഗ്രാജുലേഷൻ വർഗീസ് അച്ഛ. ഞങ്ങളുടെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സിറോ മലബാർ സഭയുടെ പൗരസ്ത്യരത്നം വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛനെ ആശംസ അർപ്പിക്കാനായി കുര്യൻ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ മാണിപ്രക്കൽ പിതാവിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവേ, തോമസ് ലെവനാൽ പിതാവേ, പ്രിയപ്പെട്ട ബിജോച്ച, ജിഫിയച്ച, പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാരെ, സന്യാസിനികളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ചും പാത്തിക്കുളങ്ങരയച്ചൻ്റെ കുടുംബാംഗങ്ങളെ, ഏറ്റവും ആദരണീയനായ വർഗീസ് പാത്തിക്കുളങ്ങരയച്ച, സിറോ മലബാർ സഭയ്ക്കും അതിലൂടെ സാർവത്രിക സഭയ്ക്കും തൻ്റെ 54 പുസ്തകങ്ങളിലൂടെയും 140-ലധികം ലേഖനങ്ങളിലൂടെയും 35 വർഷത്തിലധികമുള്ള വൈദിക പരിശീലന ക്ലാസ്സുകളിലൂടെയും എല്ലാവരും ഒരു ജീവിതത്തിലൂടെയും സംഭാവന ചെയ്തയാളാണ് പ്രിയപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങരയച്ചൻ. അദ്ദേഹത്തിൻ്റെ ആ വലിയ സംഭാവനകൾക്ക് സഭ ഇന്ന് തിരിച്ചു നൽകുന്ന ഒരു സമ്മാനത്തിൻ്റെ സംഭാവനയുടെ വേദിയാണ് നമ്മളിവിടെ കാണുന്നത്. 1975 മുതൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം റോമിൽ ഉപരിപഠനം നടത്തുന്ന കാലയളവിൽ തന്നെ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്തു തുടങ്ങി. ഇങ്ങനെ അനേകം വൈദികർക്ക്, വൈദിക മേലധ്യക്ഷന്മാർക്ക് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള നല്ല അറിവും വീക്ഷണങ്ങളും കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചൊരു പ്രവാചകനായി പ്രിയപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങരയച്ചനെ ഞാൻ കാണുകയാണ്. ദൈവന്റെ ഭൗതിക പിതാവിനോടും കൂടപ്പുഴ സേവ്യരച്ചനോടും കുര്യാക്കോസ് ഏലിയാസ് വടക്കേതച്ചനോടും ഒക്കെ ചേർന്ന് സഭയിലെ ഒരു മൊണാസ്റ്റിക് പ്രസ്ഥാനത്തിന്, സന്യാസിനിമാരുടെ, മാർത്തോമാ സഹോദരികളുടെ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരാധനാക്രമം പഠിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഉറവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് പരിഭാഷപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സഭയുടെ യാമപ്രാർത്ഥനകൾ, അതിൽ മൈനർ അവേഴ്സ് എന്ന പേരുള്ള 4 വിഭാഗങ്ങൾ, റംഷൈൻ, ലിയായും സപ്രായും ഒക്കെ വളരെ കോമൺ ആണെങ്കിലും പിന്നീട് ഖലാദശഹ്റായും ഭൂതായും ദുബശശായും എന്താനെയും അതെല്ലാം പരിഭാഷപ്പെടുത്തുന്നതിന് അച്ഛന് ഏറെ ഉത്സാഹം കാട്ടിയിട്ടുണ്ട്.
അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ജനക സർവീസസ് തുടങ്ങുന്നത്. ഇങ്ങനെ അനേകം വൈദികരെ പഠിപ്പിച്ച്, അനേകം സന്യാസിനിമാരെ പഠിപ്പിച്ച് സഭയ്ക്ക് വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വമാണ് വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛൻ്റെ. ഈ അച്ഛനെ സഭയ്ക്ക് പ്രദാനം ചെയ്ത അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നിങ്ങളുടെ ഇവിടെയുള്ള സാന്നിധ്യം ഞങ്ങളെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. അച്ഛനോട്, അച്ഛൻ്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വലിയ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടവേളകളിലൊക്കെ ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ്റെ ആത്മീയ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രിയപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛന് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലവനായ ദൈവം അങ്ങേ സമർത്ഥമായി നന്ദി പിതാവേ. തുടർന്ന് ആശംസ അർപ്പിക്കുക CMI കോൺഗ്രിഗേഷൻ്റെ ജനറൽ കൗൺസിലർ ബഹുമാനപ്പെട്ട ബിജു വടക്കലച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹവും ബഹുമാനവും അർഹിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛൻ, കുടുംബാംഗങ്ങളെ, ഇന്ന് നാം ഓരോരുത്തരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും ബഹുമാനിനും ആരാധനീയമായ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛനെ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യരത്നം അവാർഡ് നൽകി ബഹുമാനിക്കുന്ന ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ അവസരത്തിൽ CMI സഭയുടെ പേരിലുള്ള, പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയച്ചനായ തോമസ് ചത്തമംഗലത്തിന്റെ പേരിലുള്ള അനുമോദനവും അഭിനന്ദനവും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ അവാർഡ് നൽകി ആദരിക്കാൻ തീരുമാനിച്ച സീറോ മലബാർ സഭയോടും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന ഏറ്റവും അഭിനന്ദനായ ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിനോടും ലിറ്റർജി കമ്മീഷൻ ചെയർമാൻ മാർ തോമസ് എലവനാം പിതാവിനോടും വലിയ പിതാവായിരിക്കുന്ന സെബാസ്റ്റ്യൻ വേണിപുരിക്കൽ പിതാവിനോടും മറ്റുള്ള പിതാക്കന്മാരോട് ഉള്ള നന്ദിയും കടപ്പാടും CMI സഭ അറിയിച്ചു കൊള്ളുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം 13 മുതൽ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. കാപട്യം എന്നിയെ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യം എന്നിയെ അത് പങ്കുവെച്ചു, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം നേടിടുന്നു. വർഗീസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ വാക്യങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. 30 വർഷത്തിലേറെ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ, ധർമാരാം കോളേജിൽ പ്രൊഫസറായി ജീവിക്കുകയും അതോടൊപ്പം തന്നെ വാണിപുരിക്കൽ പിതാവ് പറഞ്ഞതുപോലെ 50ഓളം പുസ്തകങ്ങൾ എഴുതുകയും 140ഓളം ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്രീയവും അതോടൊപ്പം രാഷ്ട്രീയവുമായ അല്ലെങ്കിൽ ഇന്റർനാഷണൽ, നാഷണൽ ലെവലിലെ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഒരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ. തൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം അതിൻ്റെതായ തനിമയും ചാരിതാർത്ഥ്യവും അതോടൊപ്പം ദീർഘ വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഇതിലൂടെ അദ്ദേഹം ആഗ്രഹിച്ചത് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മെ വളർത്തുക. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം നിലനിർത്താൻ അതിൽ ഓരോരുത്തരെയും വളർത്തുക എന്നതായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് തൻ്റെ ജീവിതം അദ്ദേഹം മാറ്റിവെച്ചത്. അറിവിനെ അതിൽ ലംഘിക്കുന്ന ജ്ഞാനം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും അതോടൊപ്പം തന്നെ ലളിതമായ ജീവിത മാതൃക കൊണ്ടും CMI സഭയ്ക്കും അതിനുപരിയായി കത്തോലിക്ക സഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് വളരെയേറെ കരുത്തും ഊർജ്ജവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ദീർഘവീക്ഷിയായ പുണ്യചരിതനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛൻ. തൻ്റെ ജീവിതത്തിൽ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ജ്ഞാനം കൊണ്ടും ശിക്ഷണം കൊണ്ടും ധാരാളം വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും സന്യസ്തരെയും സീറോ മലബാർ സഭ പാരമ്പര്യം അനുസരിച്ച് വളർത്തിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട വർഗീസ് പാത്തിക്കുളങ്ങര അച്ഛന് സാധിച്ചു.
താൻ പഠിച്ച, മനസ്സിലാക്കിയ അല്ലെങ്കിൽ അഭ്യസിച്ച ലിറ്റററ്റിക്കൽ തിയോളജി നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ഇണങ്ങുന്ന രീതിയിൽ കലർപ്പുകളില്ലാതെ പകർന്നു നൽകിയ അല്ലെങ്കിൽ നൽകുന്ന ഒരു ഗുരുഭൂതനാണ് ബഹുമാനപ്പെട്ട പാത്തിക്കുളങ്ങരച്ചൻ. നലം തികഞ്ഞ ദൈവശാസ്ത്ര പണ്ഡിതൻ, സ്നേഹവും വാത്സല്യവും കൊണ്ട് പകരുന്ന ഒരു ഗുരുഭൂതൻ, തൻ്റെ അധ്യാപനം കൊണ്ടും പ്രസിദ്ധീകരണങ്ങൾ കൊണ്ടും അനേകരുടെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ വ്യക്തി. ദൈവത്തിനും ദൈവജനത്തിനും പ്രത്യേകിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾക്ക് വെളിച്ചം വീശുന്ന ഒരു സന്യാസ പുരോഹിതൻ. എല്ലാറ്റിനുപരി തന്നെ വിളിച്ച് മാറോട് ചേർത്ത് സ്വന്തമാക്കിയവന് വ്യവസ്ഥകളില്ലാതെ ഹൃദയം പകർന്നു നൽകുന്ന സ്നേഹഭാജനമായി നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസച്ചൻ എന്നും നിലകൊള്ളുന്നു. സ്നേഹമുള്ള വർഗീസച്ച, ഇന്ന് ഞങ്ങൾ CMI സഭാംഗങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. അങ്ങയുടെ ഈ കോൺട്രിബ്യൂഷനെ ഓർത്ത് സഭയുടെ പേരിൽ അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോടുള്ള നന്ദിയും അനുമോദനവും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ജനറൽ കൗൺസിലർ ഉദ്യോഗസ്ഥ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വർഗീസത്തിന്റെ കുടുംബാംഗങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വർഗീസ് പാത്തിക്കുളങ്ങരച്ച, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. CMI സഭയുടെ കൊച്ചി തിരുഹൃദയ പ്രൊവിൻസിലെ അംഗമായിട്ടുള്ള നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള വർഗീസ് പാത്തിക്കുളങ്ങരയച്ചൻ സീറോ മലബാർ സഭ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പുരസ്കാരങ്ങളിലൊന്നായ പൗരസ്ത്യ രത്നം, അതിന് അർഹനായ ഏറ്റുവാങ്ങിയ നിമിഷമാണ്. ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുഹൃദയ പ്രവിശ്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. ഈ അവസരത്തിൽ സഭയുടെ നാമത്തിലും പ്രത്യേകിച്ച് പ്രവിശ്യയുടെ നാമത്തിൽ എല്ലാ പ്രവിശ്യ അംഗങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് വർഗീസച്ചന് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡ് നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ പിതാവിന്റെ സാന്നിധ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. പിതാവ് മേജർ ആർച്ച് ബിഷപ്പായതിനു ശേഷം CMI സഭയുടെ കൊച്ചി പ്രൊവിൻസിന്റെ അതിർത്തിയിൽ ഒരു ഭവനത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വർഗീസച്ചനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വർഗീസച്ചന്റെ പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഞാനൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ്. അന്നിവിടെ എൻ്റെ ഇടവുക കൂടിയാണിത്. അപ്പോൾ ഇവിടെ അന്ന് ജോസ് കോളറിയച്ചൻ കുട്ടികൾക്കായി തുടങ്ങി വെച്ചൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, കുട്ടികളുടെ ലൈബ്രറി. അവിടെ അന്ന് കണ്ടൊരു പുസ്തകം, പിതാവ് സൂചിപ്പിച്ച പുസ്തകമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ആ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ട് അന്ന് ഷമ്മാശന്മാർ വിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അനാഫറ എന്ന വാക്കൊക്കെ കേട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ അന്ന് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഒരിക്കൽ ഇവിടെ അന്നത്തെ അദ്ദേഹം ഷമ്മാശന്മാർക്ക് ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു, ലിറ്ററജിയെ കുറിച്ച്. അപ്പോൾ ഞാൻ അന്ന് കുർബാനയ്ക്ക് കൂടുന്ന സമയമാണ്. ഒരു ദിവസം ഇങ്ങനെ കുർബാനയ്ക്ക് കൂടുമ്പോൾ വർഗീസച്ചനാണ് പള്ളിയിൽ കുർബാന ചൊല്ലുക. അന്ന് സാധാരണ അച്ഛന്മാർ ചൊല്ലുന്നതിൽ അല്പം വ്യത്യാസമൊക്കെ കണ്ടു. പ്രത്യേകിച്ചും ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ധൂപക്കുറ്റി വീശുന്ന ആ ഒരു രീതിയാണ്. ഇവിടെയുള്ള അച്ഛന്മാരൊന്നും ചെയ്യുന്ന പോലെയല്ല അച്ഛൻ അന്ന് ധൂപക്കുറ്റി വീശിയതെന്ന് ഞാൻ ഇപ്പോഴും ഓർത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ടൊക്കെ ഓർമ്മയിലുണ്ട്. ഞാൻ പിന്നീട് വൈദികാർത്ഥിയായി ധർമാനാമിൽ തത്വശാസ്ത്ര പഠനത്തിന് ചെന്നപ്പോഴാണ് അച്ഛനെ കൂടുതൽ വ്യക്തിപരമായി പരിചയപ്പെട്ടത്. മാത്രമല്ല, ഒരു വർഷക്കാലം ഞാൻ അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട്, ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കാനിടയായി. പിന്നീട് ഞാൻ അവിടെ അധ്യാപകനായി ചെന്നപ്പോൾ ഞങ്ങൾ ഒരേ വിങ്ങിലാണ് വർഷങ്ങൾ താമസിച്ചിരുന്നത്. ആ സെക്ഷനിൽ തന്നെ വൈദികാർത്ഥികളുടെ മാസ്റ്റർ ജോലി എനിക്കുണ്ടായിരുന്നുകൊണ്ട് അവിടെ താമസിക്കുന്ന അച്ഛന്മാരുടെ കാര്യവും മാസ്റ്ററുടെ ചുമതലയിലായതുകൊണ്ട് അങ്ങനെയും അച്ഛനുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ വർഗീസച്ചൻ CMI സഭ, സീറോ മലബാർ സഭയ്ക്കും അതുപോലെ തന്നെ ഭാരത സഭയ്ക്ക് നൽകിയിട്ടുള്ള, പ്രത്യേകിച്ചും
ദൈവശാസ്ത്ര മേഖലയിലും ആരാധനാക്രമത്തിൻ്റെ പഠന മേഖലയിലും എല്ലാറ്റിലുമുപരി വൈജ്ഞാനിക മണ്ഡലത്തിൽ തന്നെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ രത്നങ്ങളിൽ ഒന്നാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. പിതാവ് സൂചിപ്പിച്ചതുപോലെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താധാര ഉള്ളൊരു പ്രദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തി. അതിനേക്കാളുപരി നിങ്ങൾക്ക് പലർക്കും അറിയില്ല, വർഷങ്ങൾ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ ജീവിച്ചത് തികച്ചും വ്യത്യസ്തമായ ചിന്താധാര പുലർത്തുന്ന ധർമാരാം കോളേജിൽ, പ്രത്യേകിച്ചും ആരാധനാക്രമത്തോട് ബന്ധപ്പെട്ട് എല്ലാവിധ പരീക്ഷണങ്ങൾക്കും വേദിയായിട്ടുള്ള ധർമാരാമിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താധാര പുലർത്തുന്ന ഒരു ദൈവശാസ്ത്ര അല്ലെങ്കിൽ ആരാധനാക്രമ ചിന്ത, അതിനെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാവരും ജീവിച്ചു കാണിക്കാനും അതേസമയം ആരോടും യാതൊരു വിദ്വേഷവുമില്ലാതെ ജീവിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ മാതൃകയും സാക്ഷ്യവും സംഭാവനയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ എല്ലാ അർത്ഥത്തിലും പൗരസ്ത്യ ആത്മീയത ജീവിക്കുന്ന വ്യക്തിയാണ്. ദൈവശാസ്ത്രം, വിശുദ്ധ കുർബാനയുടെ ആരാധനാക്രമത്തിൻ്റെ ദൈവശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആൾ മാത്രമല്ല, വർഗീസ് അച്ഛൻ കുർബാനയെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആൾ മാത്രമല്ല, കുർബാന ജീവിക്കുന്ന വ്യക്തിയാണ്. കുർബാനയുടെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞു ജീവിക്കുന്ന വ്യക്തിയാണ്. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്ന്, എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുന്നതാണ്, അതാണ് കുർബാനയുടെ അർത്ഥം എന്നറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും അത് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വർഗീസ് അച്ഛൻ. ഒരുപക്ഷെ അതാണ് അദ്ദേഹത്തെ പൗരസ്ത്യ രത്നമാക്കുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ CMI സഭ അങ്ങയെക്കുറിച്ച് അഭിമാനിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കൊക്കെ വലിയ മാതൃകയാണ് നൽകിയത്. പ്രത്യേകിച്ച് എങ്ങനെ നിഷ്ഠയോടുകൂടി ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ സമീപിക്കണമെന്ന്, പഠിക്കണമെന്ന്, ജീവിതം മുഴുവൻ അതിനു വേണ്ടി എങ്ങനെ സമർപ്പിക്കണമെന്നുള്ള വലിയ മാതൃക. അതോടൊപ്പം ആ പഠിച്ച കാര്യത്തെ ജീവിത ബന്ധിയാക്കി എങ്ങനെ അവതരിപ്പിക്കണമെന്ന്, അതൊരു ആത്മീയതയായി എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നുള്ളതിന് വലിയ മാതൃക നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അച്ഛൻ്റെ നമുക്കറിയാം ജീവിതം സഹനത്തിൻ്റെ വലിയ സുവിശേഷമാണ്. ഒരുപക്ഷെ 80-കൾ മുതൽ അദ്ദേഹം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന വ്യക്തിയാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് ഈ പഠനവും അധ്യാപനവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 70 വയസ്സായ അവസരത്തിൽ, ജൂബിലി അവസരത്തിൽ ധർമാരാമൻ അധ്യാപകർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫസ്റ്റ് ഷിഫ്റ്റ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എനിക്കതിലൊരു ലേഖനം എഴുതാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ ഞാൻ അതിന് എന്ത് പേര് കൊടുക്കണം? ഞാനത് സഹനത്തെക്കുറിച്ച്, അതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് എഴുതിയത്. തത്വശാസ്ത്രത്തിൽ അച്ഛന്മാർക്കൊക്കെ അറിയാം, എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലത്തീൻ പ്രയോഗം, കോജിത്തോ എർഗോസോ. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ഞാൻ പാത്തികുളങ്ങരച്ചൻ്റെ ബഹുമാനാർത്ഥം സഹനത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിന് കൊടുത്ത പേര് ലത്തീനിലുള്ളതാണ്, പാത്തിയോ എർഗോസും എന്ന് പറഞ്ഞാൽ ഈ പാത്തികുളങ്ങര എന്ന പേര് അവിടെ പലപ്പോഴും പാത്തി എന്ന് ചുരുക്കി ഞങ്ങൾ പറയാറുണ്ട്. ലത്തീൻ ഭാഷയിൽ പാത്തി എന്ന് പറഞ്ഞാൽ ടു സഫർ, ടു ഫീൽ വിത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഞാൻ സഹിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട് എന്ന് ജീവിതത്തിലൂടെ നിരന്തരമായി പറയുകയും ആ സഹനത്തെ ദൈവഹിതമായിട്ട് കണ്ട് വലിയ മാതൃക നൽകിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷെ അതാണ് അദ്ദേഹത്തിൻ്റെ കുർബാന എന്നുള്ളത്. ആ മാതൃകയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ പൗരസ്ത്യ രത്നം അവാർഡ് പാത്തികുളങ്ങരയച്ചന് അബൂത്തിൽ പിതാവിന് ശേഷം സഭ നൽകുമ്പോൾ പാത്തികുളങ്ങരയച്ചന് മാത്രമല്ല ബഹുമാനിതനാകുന്നത്, ഈ അവാർഡിനും ഒരു ഗരിമ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് സിനിമയുടെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. പല നടന്മാരും കിട്ടുമെന്നൊക്കെ പത്രത്തിലുണ്ട്. ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ മലയാളികൾ എല്ലാ വർഷവും ഓർക്കുന്ന 2 പേരുകളുണ്ട്. കിട്ടാതെ പോയ 2 നടന്മാരെ കുറിച്ചാണ്. അത് കേരളത്തിലെ ഏറ്റവും നല്ല നടന്മാർ, താരങ്ങളല്ല, അഭിനേതാക്കൾ എന്ന് പലപ്പോഴും നമ്മൾ കരുതിയിട്ടുള്ള തിലകൻ, നെടുമുടി വേണു, ഇവർക്ക് 2 പേർക്ക് ഈ അവാർഡ് കിട്ടിയിട്ടില്ല. ഒരിക്കലും ഒരു നിരൂപകൻ പറഞ്ഞു, ഇവർക്ക് നല്ല നടനുള്ള അവാർഡ് കിട്ടാത്തത് അവർക്കല്ല കുറവ്, ദേശീയ അവാർഡിനാണ് എന്തോ കുറവുള്ളത്. പാത്തികുളങ്ങരയച്ചന് ഈ അവാർഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ
ഈ പൗരസ്ത്യ രത്നം എന്നുള്ള അവാർഡിന് ഇതൊരു കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ സീറോ മലബാർ സഭയോടും ലിറ്റർജിക്കൽ കമ്മീഷനോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പാർട്ടിയോടുദേശന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അനുമോദനങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രസംഗിക്കുന്നു. നന്ദി വിനിയേച്ച. ഈ സമയം പൗരസ്ത്യരത്നം വർഗീസ് പാത്തിക്കുളകേശ് മറുപടി പ്രസംഗം നടത്തുന്നു. അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, തിരക്കിട്ട പലവിധ വ്യഗ്രതകളും മാറ്റിവെച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ ധന്യമാക്കുന്നതിന് ഇവിടെ വന്നെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. അവാർഡിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് പലരും പലവിധത്തിൽ എന്നെ ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിച്ചെങ്കിലും ഇതേവരെ അത് മുഴുവനും അങ്ങ് ബോധ്യമായിട്ടില്ല എന്ന് ഏറ്റുപറയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും അത് നിശ്ചയിച്ച അഭിവന്യ പിതാക്കന്മാരും മറ്റ് കമ്മിറ്റി അംഗങ്ങളുമെല്ലാം എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ചിലതെല്ലാം ഇവിടെ പിതാക്കന്മാർ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അവരുടെ മഹാമനസ്കതയ്ക്ക് പ്രത്യേക തരത്തിൽ നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സഭാ തലവൻ തന്നെ തിരക്കിട്ട ജോലികൾക്കിടയിലും സമയം നീക്കിവെച്ച് ഇവിടെ വന്ന് വളരെ അർത്ഥവത്തായ ഒരു പ്രഭാഷണത്തിലൂടെ ഈ സദസ്സിനെ ധന്യമാക്കി ഈ അവാർഡ് തരുന്നതിന് താല്പര്യം കാണിച്ചതിന് ഏറ്റവും ഹൃദയപൂർവ്വം പിതാവിന് നന്ദി പറയുകയാണ്. അഭിവന്യ എരവനാൽ പിതാവും വാണിയപ്പൽ പിതാവും രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഈ അവാർഡിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രണ്ടുപേരും വളരെയധികം ബന്ധപ്പെട്ടവരുമാണ്. അവരും നേരിൽ ഇവിടെ വന്ന് പ്രഭാഷണങ്ങൾ കൊണ്ടും വിശദീകരണങ്ങൾ കൊണ്ടുമൊക്കെ അനുഗ്രഹിച്ച് ഈ സദസ്സിനെ ധന്യമാക്കിയതിന് അവർക്കും പ്രത്യേകമായ വിധത്തിൽ നന്ദി പറയുന്നു. ജനറൽ കൗൺസിലർ അച്ഛനും പ്രൊവിൻഷ്യൽ അച്ഛനും രണ്ടുപേരും രണ്ട് പ്രതീകങ്ങളാണ്. കൗൺസിലർ അച്ഛൻ സഭയുടെ പൊതുവായ രീതിയിലും പ്രൊവിൻഷ്യൽ അച്ഛൻ ഈ പ്രോവിൻസിൻ്റെ പ്രത്യേകമായ രീതിയിലും. ജനറൽ അച്ഛൻ തന്നെയാണ് ഈ അവാർഡിൻ്റെ വാർത്ത ആദ്യമായി എന്നെ അറിയിച്ചത്. അത് കഴിഞ്ഞും പല പ്രാവശ്യം അതേക്കുറിച്ച് എന്നോട് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇന്നലത്തെ മെയിലിൽ വളരെ വിശദമായി ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് ജനറാളച്ചൻ ഒരു കത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനറാളച്ചനോട് വ്യക്തിപരമായും CMI സന്യാസ സമൂഹത്തോട് പൊതുവിലുമുള്ള എൻ്റെ പ്രത്യേകമായ നന്ദി കൗൺസിലർ അച്ഛൻ വഴി ഞാൻ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പ്രൊവിൻഷ്യൽ അച്ഛൻ ഈ പ്രോവിൻസിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ പ്രോവിൻസ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ബോധ്യം നൽകിക്കൊണ്ട് പ്രൊവിൻഷ്യൽ അച്ഛനും സാരഗർഭമായ പ്രസംഗത്തിലൂടി ഈ സദസ്സിനെ ധന്യമാക്കി അദ്ദേഹത്തിനും പ്രത്യേകമായ വിധത്തിൽ
നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സമൂഹാംഗങ്ങളിൽ പലരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു അപരിചിതൻ ആയിരിക്കാനാണ് സാധ്യത. കാരണം എൻ്റെ പ്രവർത്തന മേഖല പ്രധാനമായും ബാംഗ്ലൂരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സുദീർഘമായ 43 വത്സരം ബാംഗ്ലൂരുള്ള CMI സന്യാസ സമൂഹത്തിൻ്റെ സെമിനാരിയിൽ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് അവിടെയാണ് കൂടുതൽ അറിയപ്പെടുന്നത്. 2017 ഞാൻ ഈ ഭവനത്തിൽ വന്നെങ്കിലും ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ കൊണ്ട് മുറിക്ക് പുറത്തേക്ക് കടക്കുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ ഇവിടെ ആരുമായും ഇടപഴകുന്നതിനോ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിനോ സാധിച്ചിട്ടില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ഈ അവസരത്തിൽ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ സഭാസ്നേഹത്തിൻ്റെ ഒരു തെളിവാണ് എന്ന് ഞാൻ കരുതുകയാണ്. സഭ ഈശോയുടെ തുടർച്ചയാണല്ലോ. സഭയെ സ്നേഹിക്കുന്നവൻ ഈശോയെയാണ് സ്നേഹിക്കുന്നത്. ആ സഭയോട് ചേർന്ന് നിൽക്കുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ധർമ്മവുമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ഈ രീതിയിൽ പ്രദർശിപ്പിച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങൾ കുറേ പേരെങ്കിലും ബന്ധപ്പെട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെ ബന്ധപ്പാടിനെയും പ്രത്യേകമായ വിധത്തിൽ ഓർക്കുകയും സ്നേഹത്തിനും താല്പര്യത്തിനും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ആശ്രമത്തിലെ ശ്രേഷ്ഠൻ ആയിട്ടുള്ള പ്രിയോരച്ചനും അതുപോലെ മറ്റംഗങ്ങളുമാണ് എന്നെ എല്ലാവിധത്തിലും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ ഈ സംരക്ഷണ വലയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഈ സമ്മേളന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അവരാണ് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും എല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അവരോട് പ്രത്യേകമായ വിധത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുന്നു. ലളിതമെങ്കിലും പ്രൗഢഗംഭീരമായ ഈ പുരസ്കാരദാന ചടങ്ങ് ഇവിടെ ഒരുക്കിയത് ഈ ആശ്രമത്തിൻ്റെ പ്രിയോർ ജേസൺ ചെറുപ്പണിക്കരച്ചൻ്റെ നേതൃത്വത്തിലാണ്. സഭയുടെ പേരിലും ലിറ്ററേച്ചർ കമ്മീഷന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന് നന്ദി പറയുവാനായി ജേസൺ അച്ഛനെ ക്ഷണിക്കുന്നു. അഭിനന്ദ മാർ റാഫി പിതാവേ, മാർ തോമസ് ലെവനാൽ പിതാവേ, മാർ സെബാസ്റ്റ്യൻ പിതാവേ, ബഹുമാനപ്പെട്ട ബിജുവച്ച, പ്രൊഫസറച്ച, ഏറ്റവും സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. We are of Indian in culture, Christian in religion, Oriental in worship. ധർമാരം കോളേജിൻ്റെ അകത്തളങ്ങളിൽ കോറിയിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ക്ലാസിക് പൊടിപ്പാറേശൻ്റെ മനോഹരമായിട്ടുള്ള വാക്യമാണ്. ആരായിരിക്കണം ഒരു ഭാരതീയ പൗരസ്ത്യ വിശ്വാസി എന്നതിൻ്റെ മനോഹരമായിട്ടുള്ള നിർവചനമാണിത്. ബഹുമാനപ്പെട്ട ഭക്തിഗണേശൻ്റെ ഗുരുതരയായ ക്ലാസികച്ചൻ്റെ ആ കാഴ്ചപ്പാടിൽ പൗരസ്ത്യ പാരമ്പര്യം എന്നും ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. കാരണം അത് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തെ പ്രോജ്വലമാക്കിയ വ്യക്തികളെ സിറുമലബാർ സഭ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ പൗരസ്ത്യരത്ന അവാർഡ്, രണ്ടാമത്തെ അവാർഡ് അഭിവന്യ പൗത്യ പിതാവിന് ശേഷം അത് ഏറ്റുവാങ്ങുവാനായിട്ട്
ഈ ആശ്രമത്തിന് ഭാഗ്യം ലഭിച്ചത് ഞങ്ങൾക്കൊരു അഭിമാനവും സന്തോഷവുമായിട്ട് കരുതുകയാണ്. ആദ്യമായിട്ട് തന്നെ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഒരുപക്ഷെ പത്തികുളങ്ങര അച്ഛനോടുള്ള അതിയായ സ്നേഹത്തെ പ്രതി പ്രകാരം ഇത്രയും സമയം, ഇത് വളരെയധികം തിരക്കുള്ള സമയമാണ് അഭിമന്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഇത്രയും സമയം മാറ്റിവെച്ച് ഇവിടെ വന്നെത്തുവാനും ഈ ഒരു പരിപാടിക്ക് തന്നെ കാരണഭൂതനാവുകയും ചെയ്ത അഭിമന്യ പിതാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ആശ്രമങ്ങളുടെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ പിതാവിനെ അറിയിക്കുകയാണ്. ഈ പുരസ്കാര കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത് മാർ തോമസ് ഇളവനാൽ പിതാവാണ്. ബഹുമാനപ്പെട്ട പത്തികുളങ്ങര അച്ഛനോടുള്ള സ്നേഹം പ്രകടമാക്കിയ പിതാവിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങളിവിടെ പുതിയ മിനിസ്ട്രി ആരംഭിച്ചതിന് ശേഷം ഈ ആശ്രമം ഏറ്റവും അധികം സന്ദർശിച്ച പിതാവ് സെബാസ്റ്റ്യൻ വണിയപ്പുറയ്ക്കൽ പിതാവാണ്. പിതാവ് ആശംസയിൽ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി തവണ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയധികം ആത്മാർത്ഥമായിട്ട് ഒരുപക്ഷെ പാത്തികുളങ്ങരച്ഛൻ്റെ ആത്മീയ സമ്പത്ത് ഒരുപക്ഷെ അറിഞ്ഞ് അത് കൂടുതലായിട്ട് അനുഭവിക്കുവാനായിട്ട് ഇപ്പോൾ ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പിതാവിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി സെബാസ്റ്റ്യൻ പിതാവിന് ഞങ്ങൾ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജനറാളച്ഛൻ്റെ അനാരോഗ്യം മൂലം ബഹുമാനപ്പെട്ട ജനറാളച്ഛന് വേണ്ടിയിട്ട് ഇവിടെ എത്തുകയും മനോഹരമായിട്ടുള്ള ഒരു ആശംസ CMI സഭയുടെ പേരിൽ അർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബിജു വടക്കലച്ഛന് ഞങ്ങളിവരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിക്കുകയും ശ്രീമർവാദ സഭയുടെ ലിറ്റർജി കമ്മീഷൻ സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് ബഹുമാനപ്പെട്ട GP മേക്കാട്ടുകുന്നേൽ അച്ഛനാണ്. അച്ഛനെ ഞങ്ങൾ എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീം അംഗങ്ങളെയും നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്ന ഒത്തിരിയധികം അച്ഛന്മാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ കാണുകയാണ്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ അറിയിപ്പ് കിട്ടിയതനുസരിച്ച് ഇവിടെ എത്തി ഈ സമ്മേളനത്തെ അല്ലെങ്കിൽ ഈ പരിപാടിയെ അനുഗ്രഹപൂർവ്വമാക്കിയ നിങ്ങളുടെ സാന്നിധ്യത്തിന് എല്ലാത്തിനും എല്ലാ വൈദികർക്കും യോസഫിനും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ സിസ്റ്റേഴ്സിനും. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാത്തികുളങ്ങര അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ മിക്കവാറും തന്നെ അച്ഛനെ കാണുവാനായിട്ട് ഇടയ്ക്കിടെ അവർ എത്താറുണ്ട്. അച്ഛൻ അനാരോഗ്യം മൂലം മുറിയിലാണ് എങ്കിലും അവരുടെ സാന്നിധ്യം ഇപ്പോഴും അച്ഛന് ആശ്വാസം പകരുന്ന ഒന്നാണ്. അതിന് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ടും ഇതോടൊപ്പം തന്നെ അച്ഛൻ്റെ താമരച്ചാൽ ഇടവകയിലുള്ള വികാരി ബഹുമാനപ്പെട്ട കിടങ്ങേൽ അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനെയും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരിപാടി ഇവിടെ ആശ്രമത്തിൽ നടത്തി എങ്കിലും ഇത് പ്രോൺസിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട പ്രോൺഷനാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ഒരുപക്ഷെ പാത്തികുളങ്ങരച്ഛൻ്റെ ഹൃദയതാളങ്ങൾ അറിഞ്ഞ് ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ച കൊച്ചി ഹൃദയ പ്രവിശ്യയുടെ പ്രോൺഷൻ ബഹുമാനപ്പെട്ട ബെന്നി നൽക്കരേച്ചൻ എല്ലാവരുടെയും പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ആശ്രമ ഇടവകയുടെ പ്രതിനിധികളുണ്ട്, കൈക്കാരന്മാരും വൈസ് ചെയർമാനും യൂണിറ്റ് പ്രസിഡന്റുമാരുണ്ട്. അവിടെയും നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ പരിപാടിക്ക് മനോഹരമായിട്ടുള്ള നിയന്ത്രിച്ച MC ആയിട്ട് നിർവഹിച്ച ബഹുമാനപ്പെട്ട ക്രിസ്ത്യനെയും ഓർക്കുന്നു. പ്രിയപ്പെട്ട പാത്തികുളങ്ങര അച്ഛനെ ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ആശ്രമത്തിൻ്റെ പേരുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചെറിയൊരു മുത്ത് അത് സ്ഥിതി ചെയ്യുന്നത് അതൊരു ചെറിയ പൗഡത്തിൻ്റെ ഉള്ളിലാണ്. അതൊരു ചെറിയ സ്പേസ് ആണെങ്കിലും ആ മുത്തിൻ്റെ സാന്നിധ്യമാണ് അതിനെ വിലയേറിയതാക്കുന്നത്. അച്ഛൻ ഈ ആശ്രമത്തിലുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ ഈ ആശ്രമത്തെ വിലയേറിയതാക്കുകയാണ്.
sing